നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. കുവൈത്തിലെ സുലൈബിയയിൽ ജോലി ചെയ്തിരുന്ന മലയാളി വീട്ടമ്മയുടെ മരണത്തിൽ കുടുംബം രംഗത്ത്. കാക്കവയൽ ആട്ടക്കര വീട്ടിൽ വിജയന്റെ ഭാര്യ 50 വയസ്സായ അജിത വിജയനാണ് ജോലി ചെയ്തിരുന്ന വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അജിത ജീവനൊടുക്കിയതല്ല, ജോലി ചെയ്തിരുന്ന വീടിന്റെ ഉടമയായ സ്ത്രീയോ അവരുടെ കുടുംബമോ കൊലപ്പെടുത്തിയതാകാമെന്ന് സംശയിക്കുന്നതായി വിജയൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. കൃത്യമായി ഭക്ഷണമില്ല, വിശപ്പകറ്റാൻ വെള്ളം മാത്രം, തൊഴിലുടമ മർദ്ദിച്ച് താഴെയിടും എന്നിങ്ങനെയായിരുന്നു തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തും മുൻപ് അജിത ബന്ധുവിനോടും സുഹൃത്തിനോടുമായി പറഞ്ഞത്. വിഷമിക്കേണ്ടെന്ന് കരുതി ഇക്കാര്യങ്ങൾ വീട്ടിൽ അറിയിച്ചിരുന്നില്ല. അജിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി 19-നാണ് ബന്ധുക്കൾക്ക് വിവരം കിട്ടിയത്. വീട്ടിലെ സാമ്പത്തിക പ്രയാസം മാറാൻ കഷ്ടപ്പാടുകൾ സഹായിക്കാൻ തയ്യാറായി വിദേശത്തേക്ക് പോയ അജിത തൂങ്ങി മരിക്കാൻ സാധ്യതയില്ലെന്ന് കുടുംബം പറയുന്നു. അജിതയുടെ സാധനങ്ങൾ ഇനിയും തിരികെ ലഭിച്ചിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. കുവൈത്തിൽ അജിതയ്ക്ക് ക്രൂരപീഡനം ഏൽക്കേണ്ടി വന്നുവെന്ന് മകൾ മിഥുഷ പറഞ്ഞു. ഒരു നേരം മാത്രമാണ് ഭക്ഷണം ലഭിച്ചിരുന്നത്. നിരന്തരം മർദ്ദനം ഏൽക്കേണ്ടി വന്നിരുന്നുവെന്നാണ് വിവരം ലഭിച്ചതെന്നും മിഥുഷ പറയുന്നു. 6 മാസം മുൻപാണ് വീട്ടിലെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ അജിത എറണാകുളത്തെ ഏജൻസി വഴി സുലൈബിയയിലേക്ക് വീട്ടുജോലിക്കായി പോയത്. ഏപ്രിലിൽ സ്പോൺസറുമായി ചില പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടായതായി ഏജൻസിയിൽ നിന്ന് അറിയിച്ചിരുന്നു. പിന്നീട് ജോലിക്ക് നിന്നിരുന്ന വീട്ടിലെ സ്ത്രീയുടെ മകളുടെ വീട്ടിലേക്ക് അജിതയെ മാറ്റി. രണ്ടാമത്തെ വീട്ടിൽ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വെച്ചാണ് അജിതയ്ക്ക് പീഡനമേൽക്കേണ്ടി വന്നത്. ഇക്കാര്യം ഭർത്താവിനോടോ മക്കളോടോ അജിത പറഞ്ഞില്ല. ബന്ധുവായ സ്ത്രീയോടും സുഹൃത്തിനോടുമാണ് ഇക്കാര്യം പറഞ്ഞത്. അവസാനം ഫോണിൽ വിളിച്ചപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് മക്കളോട് പറഞ്ഞത്. പിന്നീട് വിളിക്കുകയോ സന്ദേശങ്ങൾ അയക്കുകയോ ചെയ്തില്ല. ഏജൻസിയെ വിളിച്ചപ്പോൾ ഫോൺ വീട്ടുടമ വാങ്ങിവെച്ചതായും മെയ് 18-ന് മടങ്ങാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതായും അറിയിച്ചു. എന്നാൽ 19 ഫോണിൽ ലഭിച്ചില്ലെന്നും അവിടെ നിന്ന് മടങ്ങിയിട്ടില്ലെന്നും അറിയാൻ സാധിച്ചു. പിന്നീട് ട്രാവൽസിൽ നിന്ന് മിഥുഷയുടെ ഫോണിലേക്ക് വിളിയെത്തുകയും 17-ന് അജിത മരിച്ചതായി അറിയിക്കുകയുമായിരുന്നു. അപ്പോൾ തന്നെ ഏജൻസിയെ വിളിച്ചെങ്കിലും അവർ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ ഫോൺ കട്ടാക്കി. പിന്നീട് വീട്ടിലെ ഷെഡിൽ അജിത തൂങ്ങി മരിച്ചെന്ന് അറിയിക്കുകയായിരുന്നു. 21-ന് മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. ഇതിനുശേഷമാണ് കുടുംബം പരാതിയുമായി രംഗത്തെത്തിയത്. ഭാര്യയെ അപായപ്പെടുത്തിയതായി സംശയിക്കുന്നതായും മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഭർത്താവ് വിജയൻ നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.